Okay, our third class. First class we discussed about introduction, how to approach the examination. And second class we discussed real numbers, how to prove irrational 3-mark question. And today we are discussing what? This one. I told you already പിന്നെ ഡിസ്ക്രിമിനന്റ് ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡിസ്കസ് ചെയ്യാന്നുള്ളത് ഞാൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ട്രിഗ്നോമെട്രിയിലെ ടേബിൾ റിലേറ്റഡ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓർക്കുണ്ടോന്ന് അറിയില്ല, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഹൗ വി ക്യാൻ റിമെമ്പർ ദ ടേബിൾ. ഒരു കാര്യം കൂടിയും പറയാം, എക്സാം എഴുതുമ്പോൾ നിർബന്ധമായിട്ടും ഈ ടേബിൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരക്കണം. മിസ്റ്റേക്ക് വരുത്തരുത്. മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വരും. ഇനി ബോർഡ് എക്സാമിന് ഈ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിക്കാം അറിയുമെന്ന് വിചാരിക്കുന്നു. ട്രിഗണോമെട്രിയിൽ നിന്ന് ബോർഡ് എക്സാമിന് 12 മാർക്ക് 12 മാർക്കാണ് ഉണ്ടാവുക. ടോട്ടൽ 12 മാർക്ക് വിൽ ബി ഇത്. ഇൻ ദാറ്റ് 12 മാർക്ക് നോർമലി ദ പീപ്പിൾ ആർ ആസ്കിങ് നോർമൽ കേസിൽ ബോർഡിന് ചോദിക്കുക 5 മാർക്ക് അങ്ങനെ ട്രിഗണോമെട്രി എന്ന് ചോദിച്ചത്. ഇപ്പോഴും ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണം. എടാ ബോർഡിൽ വരക്കല്ലേ ടോം, ഇറേസ് ദാറ്റ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ബോർഡിൽ വരക്കരുത് എന്നുള്ളത്. ഇപ്പോഴും ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അബ്ദുൽ ഹാദി, ഓക്കെ, ശ്രദ്ധിക്കുക. ബോർഡ് എക്സാമിന് 12 മാർക്കാണ് ട്രിഗണോമെട്രി ആൻഡ് അപ്ലിക്കേഷൻ ട്രിഗണോമെട്രി ബോർഡ് എക്സാമിന് ചോദിക്കാറ്. അത് നോർമലി കാണാറ് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നോർമൽ കേസാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കേസ് സ്റ്റഡി ഉണ്ടാവും, 4 മാർക്കിന്റെ ഒരു കേസ് സ്റ്റഡി. ഇതാണ് ബോർഡ് എക്സാമിന് ഈ ചാപ്റ്ററിന് നോർമലായിട്ട് ചോദിക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നല്ല, ഡിഫറെന്റ് വേലും ചോദിച്ചിട്ടുണ്ട്. ഈ കേസ് സ്റ്റഡി നോർമലായിട്ട് ചോദിക്കുക അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രിയിൽ നിന്നാണ്. മെജോറിറ്റി പേപ്പറും അപ്ലിക്കേഷൻ ട്രിഗണോമെട്രി എന്നാണ് ചോദിക്കുക. ഇനി ഒരു റീജിയനിൽ തന്നെ അപ്ലിക്കേഷൻ ട്രിഗണോമെട്രി ഒരു 4 മാർക്കും പിന്നെ അപ്ലിക്കേഷൻ ട്രിഗണോമെട്രി 5 മാർക്കും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു ചാൻസസ് ആണ് ഞാൻ പറയുന്നത്. ഇത് രണ്ടും ചോദിക്കുക സാധാരണ ട്രിഗണോമെട്രി എന്നാണ്. ഇത് രണ്ടും ട്രിഗണോമെട്രി എന്നാണ് ചോദിക്കുക. അപ്പൊ എത്രയായി? 4 3 7 2 9 ഒരു 3 MCQ. ഇതാണ് ഈ ചാപ്റ്ററിന്റെ നോർമൽ പാറ്റേൺ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാം. ഒരു നോർമൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ ഇതില് ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോർമൽ ആയിട്ട് വരിക ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇത് വരിക. ആ ട്രിഗണോമെട്രി ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതും ട്രിഗണോമെട്രി ടേബിൾ അറിയണം. ട്രിഗണോമെട്രി അപ്ലിക്കേഷൻ ട്രിഗണോമെട്രി കംപ്ലീറ്റ്ലി ട്രിഗണോമെട്രി ടേബിൾ ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ പലരും മിസ്റ്റേക്ക് വരുത്താറുണ്ട്. tan 30 വാല്യൂ അങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അപ്പൊ ആ മിസ്റ്റേക്ക് പിന്നെ ഇത് പക്ക ഐഡന്റിറ്റി റിലേറ്റഡ് ആണ്. ഇതിൽ നോർമലി ഓർ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. ഇനി ഇതില് നമുക്ക് ആദ്യം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ടെക്നിക്ക് പറഞ്ഞിരുന്നു, ഹൗ വി ക്യാൻ റിമെമ്പർ ട്രിഗണോമെട്രി ടേബിൾ. ആ ടേബിൾ എല്ലാവരും ഓർത്തു വെക്കണം. അത് ഓർക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് മെത്തേഡ്സാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഒരു 10 മിനിറ്റ് ഈ ടേബിൾ ഓർക്കാനുള്ള മെത്തേഡ് പറയാൻ പോവാണ്. ടേബിൾ ഓർക്കാനുള്ള മെത്തേഡ് 1 2 3 4 എന്ന് എഴുതി. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 0 1 2 3 4. എന്നിട്ട് ഇതിനൊക്കെ റൂട്ട് എടുക്കുക. പല മെത്തേഡ്സും ഉണ്ട്. മൊത്തം എല്ലാത്തിനെയും റൂട്ട് എടുക്കുക. എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഒക്കെപാട് കൺഫ്യൂഷൻ ആകരുത്. ഇതിനെ മൊത്തത്തിൽ റൂട്ട് എടുത്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതായിരിക്കും നിങ്ങളെ സൈന്റെ വാല്യൂ. അപ്പൊ എത്ര വരിക? 0/2 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1/2 വരും. റൂട്ട് 2/2, റൂട്ട് 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 1/√2 വരും. ഇത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. റൂട്ട് 2നെയും 2നെയും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 1/√2 വരും. ഇത് റൂട്ട് 3/2 വരും. റൂട്ട് 4/2, റൂട്ട് 4 പറഞ്ഞാൽ 2 ആണ്. 2/2 1 ആണ്. ഇതെന്ന് പറഞ്ഞാൽ സൈന്റെ വാല്യൂ ആണ്. സൈന്റെ എന്ത് വാല്യൂ? സൈൻ 0, സൈൻ 30, സൈൻ 45, സൈൻ 60 ആൻഡ് സൈൻ 90.
അപ്പൊ സൈനിന്റെ വാല്യൂ ഈസി ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ വർക്ക്ഷീറ്റ് പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ എഴുതി വെക്കണം ഇത്രയും കാര്യങ്ങൾ. സൈനിന്റെ വാല്യൂ ആണ് സൈൻ 0 ആണ്, സൈൻ 30 1/2 ആണ്, 45 1/√2 ആണ്. ഈ സൈന് മാത്രം ഓർത്താൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് സൈനിന്റെ വാല്യൂ എങ്ങനെ ഓർക്കാമെന്ന് ഞാൻ പറഞ്ഞു. 0 മുതൽ 4 വരെ എഴുതുക, റൈറ്റ് ഫ്രം 0 to 4, then take a square root of that one, then all the number you divide by 2. ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്, ഒക്കെ ഒരേ ആൻസറാ വരിക. ഓരോന്ന് ഇങ്ങനെ ഓരോ ടെക്നിക്ക് ഓരോരുത്തർ പറയുന്നു. ഇനി കോസ് ഒരു പണിയില്ല. കോസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ എക്സ്പേർട്ട് ടീച്ചേഴ്സാണ്, അവർ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അതിലേക്ക് കുറച്ചും കൂടിയൊക്കെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാന്നുള്ളൂ, അല്ലാതെ ആരും മോശമല്ല, എല്ലാ ടീച്ചേഴ്സും നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. അതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യും. കോസിന്റെ വാല്യൂ കാണാൻ ഒന്നുമില്ല, ഈ വാല്യൂസിനെ നേരെ തിരിച്ചിടുക. ഇപ്പൊ നിങ്ങൾ 0 1/2 1/√2 √3/2 1 എന്ന് എഴുതി. അപ്പൊ ഈ വാല്യൂനെ നേരെ തിരിച്ചിടുക. നേരെ തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? 1 ആദ്യം വരും, പിന്നെ √3/2 വരും, പിന്നെ 1/√2 വരും, പിന്നെ 1/2 വരും, 0 വരും. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് നിങ്ങൾ 10ാം ക്ലാസ് മാത്രം ബന്ധപ്പെട്ട 11ലേക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്. കാരണം 10ാം ക്ലാസ്സിൽ 0 to 90 ആണ്, 11ലേക്ക് പോകുമ്പോൾ 90ന്റെ മേലെ വരും. ഈ ഒരു 0 to 90 സൈനിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്, അത് ഓർത്ത് വെക്കുക. സൈൻ ഇസ് ഇൻക്രീസിങ് ഫ്രം 0 to 1. സൈനിന്റെ വാല്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൈനിന്റെ വാല്യൂ കൂടാണ് ചെയ്യുന്നത്. എവിടെ? 0 to ആംഗിൾ കൂടുമ്പോൾ സൈനിന്റെ വാല്യൂ കൂടി വരിക. നോക്കിക്കോ, ഫസ്റ്റ് 0, പിന്നെ 1/2 എന്ന് പറഞ്ഞാൽ 0.5, 1/√2 എന്ന് പറഞ്ഞാൽ 1/1.41 സംതിങ് ലൈക്ക് 0.7 എന്തോ വരുന്നുണ്ട്, ഇത് 0.8 വരുന്നുണ്ട്, ഇത് 1 വരുന്നുണ്ട്. അപ്പൊ സൈനിന്റെ വാല്യൂ ഇങ്ങനെ കൂടാണ്, ഇൻക്രീസിങ് ആണ്. പക്ഷെ കോസ് എന്താണ്? ഡിക്രീസിങ് ആണ്. കോസിന്റെ വാല്യൂ ഇത് ഇൻക്രീസ് ചെയ്യാണ്, ഇത് ഡിക്രീസ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു, എന്തിനാ പറഞ്ഞറിയോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിന്റെ വർക്കിലാണ് 10th. ഞാൻ ഏകദേശം 640ഓളം MCQ ഞാൻ പിന്നെ ടൈപ്പ് ചെയ്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കേസ് സ്റ്റഡി 130. അപ്പൊ ഞാനിത് പ്രിപ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ കണ്ടൊരു സംഭവം പറഞ്ഞുതരാം. അതിലൊരു MCQ ക്വസ്റ്റ്യൻ വന്നിരുന്നു. പിന്നെ ഇപ്പൊ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ MCQ ക്വസ്റ്റ്യൻ, ഇതൊക്കെ പലരും ഈ കോമ്പിറ്റൻസി ബേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. അതിലൊരു ക്വസ്റ്റ്യന് ഗ്രേറ്റർ സ്മോളർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കണ്ടിരുന്നത്. MCQ 3 MCQ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു ആവറേജ്. ഇത് വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ എന്ന് പറഞ്ഞൊരു MCQ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് ക്വസ്റ്റ്യൻ അറിയോ? നിങ്ങൾക്ക് ആ വാല്യൂ ഒന്നും അറിയില്ല, പക്ഷേ ഇതറിയണം. സൈൻ 20, 4 ഓപ്ഷൻ തന്നു. സൈൻ 20 ബിഗർ ദാൻ സൈൻ 70, സൈൻ 20 ബിഗർ ദാൻ കോസ് 20, അടുത്ത ഓപ്ഷന് കോസ് 20 ബിഗർ ദാൻ കോസ് 70. ഇത് നിങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിന് ഏതോ ഒരു റീജിയനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടാൻ 20 ഗ്രേറ്റർ ദാൻ ടാൻ 70. ഇങ്ങനെ സംഭവം ചോദിച്ചിരുന്നു കഴിഞ്ഞ വർഷം MCQ 4 ഒരു റീജിയനിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്, ഞാൻ പറഞ്ഞത് വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നുള്ളത്. അപ്പൊ ഞാൻ സൈനിന്റെ വാല്യൂ എന്ത് പറഞ്ഞു? 0 to 90 ആകുമ്പോൾ സൈനിന്റെ വാല്യൂ കൂടി വരികയാണ്, അല്ലെ? ഇനി രണ്ടിന്റെ വാല്യൂ ഈക്വൽ ആണ് ഒരു സ്ഥലമുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ശരിക്കും ടേബിളിനെ കുറിച്ച് അറിയണം, എങ്കിലേ MCQ എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കും MCQ ഒക്കെ ഓരോ മാർക്കിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷത്തെ നീറ്റ് ആണോ ഏതോ അറിയില്ല, ഒരു മോട്ടിവേഷൻ ക്ലാസ് ഞാൻ കേട്ടൊരു സംഭവം പറഞ്ഞുതരാം. ഈ എൻട്രൻസ് എക്സാമിനേഷന് നീറ്റ് എക്സാമിന് കട്ട് ഓഫ് മാർക്ക് ഇട്ടത് 640 ആയിരുന്നു. 640, 640 കട്ട് ഓഫ് മാർക്ക്. നീറ്റ് എക്സാമിന് എൻട്രൻസ് എക്സാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കട്ട് ഓഫ് മാർക്ക് ഒരു കുട്ടിക്ക് 640 അതിന്റെ മേലെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഔട്ട് ഓഫ് 720 ആ കുട്ടിക്ക് മെറിറ്റിൽ കിട്ടും. ഗവൺമെന്റ് ഫീസ് മാത്രം അടച്ചാൽ മതി. ഗവൺമെന്റ് ഫീസ് ഏകദേശം എനിക്ക് കറക്റ്റ് അറിയില്ല, ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 10,000 റുപ്പീസേ വരുള്ളൂ, ഏകദേശം 10,000. ആ കട്ട് ഓഫ് എന്ന് ഞാൻ പറയുന്നത് 640 അതിന്റെ മേലെ കിട്ടുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് 639 കിട്ടിയായിരിച്ചു ഒരു മാർക്ക്. 639 വേണ്ട, 639.5 കിട്ടിയെന്ന് വിചാരിച്ചോ. ഈ കുട്ടിക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടൂല. ഈ കുട്ടി പോകേണ്ട എവിടെ? പ്രൈവറ്റിലാ. പ്രൈവറ്റിൽ എത്ര ഫീസ് വരുന്ന അറിയോ?
പെർ ഇയർ മിനിമം 10 lakh പേ ചെയ്യണം. പെർ ഇയർ മിനിമം ഒരു മെഡിക്കൽ സീറ്റിന് 10 lakh. അപ്പം 4 കൊല്ലം 5 കൊല്ലം പഠിക്കുമ്പോൾ ഏകദേശം 50 lakh മിനിമം വരും. എവിടെ? ഇവിടെ 10,000 പെർ ഇയർ കൊടുക്കേണ്ടി കൊടുത്ത് ഇവിടെ 50 ലക്ഷം, അതായത് 5 കൊല്ലത്തിന് 50 ലക്ഷം, അവിടെ ആകെ 1 ലക്ഷം വരും. ഇതാണ് ഇതിന്റെ മാറ്റം. ഓരോ മാർക്കിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സൈന്റെ വാല്യൂ എങ്ങനെ പഠിക്കാന്ന് ഞാൻ പറഞ്ഞു. കോസ് നേരെ തിരിച്ചെടുത്താൽ മതി. ഇനി ടാൻ എന്താണ്? ടാൻ എന്ന് പറഞ്ഞാൽ ഇത് 2 ഡിവൈഡ് ചെയ്താൽ മതി. ഇത് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാൻ കിട്ടും. ഓരോ മാർക്കിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഈവൻ ഉസൈൻ ബോൾട്ട് ഫസ്റ്റ് എത്തിയപ്പോഴും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ഇതൊക്കെ നടക്കുന്നത്, ശ്രദ്ധിക്കാം. ടാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൈൻ ബൈ കോസ് ആണ്. ഈ ബേസിക് ഒക്കെ അറിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. സൈൻ ബൈ കോസ് ആണ് ടാൻ. അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്യാം. 0/1 0, 1/2 ബൈ, ഇതൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. 1/2 ബൈ √3/2 പറഞ്ഞാൽ 1/√3. ഇത് 1, ഇത് √3, ഇത് ഇൻഫിനിറ്റി. അപ്പൊ ടാൻസ് വാല്യൂ ഇൻക്രീസിങ് ആണ്. 0 to 90 ടാന്റെ വാല്യൂ ഇൻക്രീസിങ് ആണ്, സൈന്റെ വാല്യൂ ഇൻക്രീസിങ് ആണ്. പക്ഷെ കോസിന്റെ വാല്യൂ എന്താണ്? ഡിക്രീസിങ് ആണ്. ഓർത്ത് വെക്കുക. ടാന്റെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റിക്ക് ഇങ്ങനെ കൂടി വരും. ഇതൊക്കെ സംഭവിക്കുന്നത് 0 to 90 ഇടയിലാണ്. ഇതിലേക്ക് വരാം. ഇവിടെ ചോദിച്ചു ഇതിലേതാണ് ട്രൂ എന്ന്. MCQ ചോദിച്ചതാണ് കഴിഞ്ഞ വർഷം ഏതൊരു ബോർഡ് എക്സാമിന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് റീജിയൻ ഉണ്ട് CBSEക്ക്. അപ്പം ഇതില് ഇതിന്റെ വാല്യൂ sin 20 ബിഗർ ദാൻ sin 70 ആണോ? അല്ല. കാരണം എന്താ? ഇത് 0 മുതൽ 90 കൂടി പോകുമ്പോൾ sin 20 ഇവിടെ വരും, sin 70 ഇവിടെ വരും. എന്തായാലും sin 70 ബിഗർ ആണ്. എങ്ങോട്ടാണ് വായും പൊളിച്ചിരിക്കുന്നത് ആ ഭാഗമാണ് ബിഗർ വരിക. അപ്പൊ ഇവിടെ മൗത്ത് ഓപ്പൺ ടുവേർഡ്സ് വേർ sin 20 ആണ്. സോ sin 20 ബിഗർ ദാൻ sin 70 അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടും ഈക്വൽ ആണ് ഒരു കേസ് ഉണ്ട്. ഈക്വൽ ആണ് കേസ്. അതായത് ഇവിടെ സൈന് കൂടി വരും, ഇവിടെ പിന്നെ കോസ് കുറഞ്ഞു വരും. ഇനി രണ്ടാമത്തെ കേസ് sin 20 ബിഗർ ദാൻ cos 20 ആണോ എന്നുള്ളതാണ് ചോദിച്ചത്. sin 20 ബിഗർ ദാൻ cos 20. sin 20 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, cos 20 പറഞ്ഞാൽ ഇവിടെ വരും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടി ഏകദേശം അപ്രോക്സിമേഷൻ ആണ് നോക്കേണ്ടത്. ഇത് 0ന്റെയും ഈ sin 20ന്റെ വാല്യൂ കിടക്കുക 0ന്റെയും 0.5ന്റെ ഇടയിലാണ്. 0ന്റെയും 0.5, 1/2 പറഞ്ഞാൽ 0.5 അല്ലേ? sin 20ന്റെ വാല്യൂ കിടക്കുന്നത് 0ന്റെയും 0.5ന്റെ ഇടയിലാണ്. cos 20ന്റെ വാല്യൂ കിടക്കുന്നത് 1ന്റെയും 0.8ന്റെ ഇടയിലാണ്. ഏകദേശം ഇതൊരു 0.7 എന്തെങ്കിലുമൊക്കെ ആവും. ഓക്കെ, ഏകദേശം ആ 1ന്റെയും 0.3 ഇതിന്റെ ഇടയിലാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇത് 0.8 വരും, ഇത് 1 വരും. അപ്പൊ ഒരു 0.9 ആയിരിക്കും cos 20 വരിക. ഇതൊരു 0.3 ആണ് വിചാരിച്ചു. അപ്പൊ ഇവരെന്താ പറഞ്ഞത്? sin 20 ബിഗർ ദാൻ cos 20 അല്ല. ഇതൊക്കെ അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇതിനൊന്നും ടേബിൾ ഇല്ല. അതാണ് പറഞ്ഞത് കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻ. cos 20 ബിഗർ ദാൻ cos 70. cos 20 ഇവിടെ വരുന്നത്, cos 70 ഇവിടെ വരുന്നത്. ഉറപ്പായിട്ടും ഇത് വലുതാണ്. കാരണം ഇവിടുന്ന് ഇങ്ങനെ കുറഞ്ഞു പോവാണ്. അപ്പൊ cos 20 ബിഗർ ദാൻ cos 70 ആണ് കറക്റ്റ് ആൻസർ. ഇത് തെറ്റാണ്. tan 20 ബിഗർ ദാൻ tan 70. tan 20 ഇവിടെ വരിക, tan 70 ബിഗർ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു പോകണം. ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം പേപ്പറിൽ ചോദിച്ചതാ MCQ. അപ്പൊ ശ്രദ്ധിച്ചു വെക്കുക. ഇതാണ് നമ്മളെ ടേബിൾ വാല്യൂ. സൈൻ ഓർക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു. 0 മുതൽ 4 വരെ എഴുതുക, റൂട്ട് എടുക്കുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നേരെ തിരിച്ചിട്ട കോസ് ആയി, ഡിവൈഡ് ചെയ്താൽ ടാനും ആയി. ഇനി ഇതിനൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു മെത്തേഡും കൂടി പറഞ്ഞിരുന്നു, ഓർക്കുണ്ടോ അറിയില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ ഫിംഗർ വെച്ചിട്ടൊരു ടെക്നിക്ക് പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പൊ അതിന്റെ പിറകെ ഓടുന്നില്ല. ഫിംഗർ വെച്ചിട്ടൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് സൈനും കോസും ടാനും ഒക്കെ പഠിക്കാൻ പറ്റും. അതിന് പിന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്യേണ്ട ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഈ ടേബിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവരും റെഡി ആയിക്കോളും. നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ, കാരണം പലർക്കും ചിലപ്പം ഇതൊക്കെ എനിക്ക് അറിയാലോ, ഇതൊരു ബോറിംഗ് ആവുണ്ടല്ലോ എന്ന് തോന്നണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വോയിസ് കമന്റിലോ നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം അത്തരം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഈ പിന്നെ ഡൗട്ട് ഇല്ലാത്തവർക്ക് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ റൂട്ടിൽ പോവുകയും ചെയ്യാലോ. പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ആക്കിയത്, കാരണം ഓരോ ടൈം ഇമ്പോർട്ടന്റ് ആണ്. ആർക്കെങ്കിലും ഞാൻ അയച്ച M2 എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം, ഞാൻ അത് ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ വഴിക്ക് പോകേണ്ടി വരും. ഇതിൽ ഞാൻ കഴിഞ്ഞ വർഷം ചോദിച്ചതും കമ്പാർട്ട്മെന്റ് എക്സാമിന് ചോദിച്ചതും അതിന്റെ മുമ്പത്തെ വർഷം ചോദിച്ച എല്ലാ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ആൻസർ ക്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ വർക്ക്ഷീറ്റിൽ നിന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഡിസ്കസ് ചെയ്യും. പലരും ചിലപ്പോൾ ഇപ്പൊ നോക്കുന്നുണ്ടാവുള്ളൂ. ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ 19th ക്വസ്റ്റ്യൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് 19th, കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് 19th വൺ.
19th ക്വസ്റ്റ്യൻ വർക്ക്ഷീറ്റ് ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ചാറ്റ് ബോക്സിൽ കമന്റ് അടിക്കുകയാണെങ്കിൽ പിന്നെ സാറ് ലിങ്ക് ഷെയർ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 19th വണ്ണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഗിവൻ ദാറ്റ് 2 sin 2x minus 15 ഈക്വൽ ടു √3. ഇതാണ് ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. 2 sin 2x minus 15 equal to √3. Then find the value of sin square 2x plus 15. ഇതാണ് ക്വസ്റ്റ്യൻ. sin square 2x plus 15 plus tan square 2x minus 15. This is the question. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പലരും തെറ്റിക്കുന്ന ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ട്രിഗണോമെട്രി ടേബിൾ നിങ്ങൾ വരച്ചു വെക്കണം. ഇത് ചെയ്യുന്നതിന് മുമ്പ് അത് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എല്ലാം കൂടെ ഒരു മണിക്കൂർ ചെയ്യാൻ പറ്റില്ല. ഓരോ മണിക്കൂറിൽ ഓരോ മൊഡ്യൂളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഷെയർ ചെയ്യുന്നത്, ഡൗട്ട് ക്ലിയർ ചെയ്യാനും പറയുന്നത്. ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഈ 2നെ ട്രാൻസ്പോസ് ചെയ്യാം. ഈ 2നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. sin 2x minus 15 ഈക്വൽ ടു √3/2 എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ പരിപാടി. sin 2x minus 15 ഈക്വൽ ടു √3/2. എന്നിട്ട് നിങ്ങൾ നോക്കണം സൈൻ എന്താണ് √3/2. സൈന് ഇവിടെ എന്ത് കൊടുത്താലാണ് √3/2 കിട്ടുക? അപ്പൊ നമ്മൾ ടേബിൾ ഉണ്ട്. സൈൻ എന്താണ് √3/2? ഇവിടെ സൈൻ 60 ആണ് √3/2. സൈൻ 60 ആണ് എന്ത് √3/2. സോ വാട്ട് വി ക്യാൻ സി, വി ഹാവ് ടു റീപ്ലേസ് ദിസ് വാല്യൂ വിത്ത് വാട്ട് 60. ഇത് 60 ആവണം. ഇത് 60 ആയെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ √3. അപ്പൊ നമ്മൾ എഴുതും 2x minus 15 equal to what should be replaced by how much is 60? Because sin 60 is what √3/2. That means 2x minus 15 should be replaced by what 60. ഇവിടെ എന്ത് കിട്ടും? 2x കിട്ടും. എന്താണ് 2x? 2x will be 60 plus 15, that is 75. ഇനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, 2x മതി. നിങ്ങൾ 2xന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാൽക്കുലേഷൻ ഒക്കെ പ്രശ്നമാവും. അപ്പൊ 2x 75 എന്ന് കിട്ടി. ആ 75നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2x ഉള്ളിടത്തൊക്കെ 75 കൊടുക്കാം. 2x ഉള്ളിടത്തൊക്കെ എന്ത് കൊടുക്കുക? 75 കൊടുക്കുക. അത്രേ ചെയ്യാനുള്ളൂ. അത്രയും സിമ്പിൾ ആണ്. ദിസ് ഇസ് ദ വാട്ട് വി ആർ കോളിംഗ് കോമ്പിറ്റൻസി ടൈപ്പ് ക്വസ്റ്റ്യൻ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ വി പീപ്പിൾ ആർ ഡൂയിങ്, ദെൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓവർ ദ. ട്രിഗണോമെട്രിയുടെ ബേസിക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ പറയണം. അപ്പം ഇവിടെ ഈ 2xനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. എത്ര കൊണ്ട്? വി ഗോട്ട് ഓൾറെഡി 75. സോ വാട്ട് വി ക്യാൻ സേ, സൈൻ സ്ക്വയർ 75 plus 15, sin square 75 plus 15, wherever 2x is there, replaced by 75, plus tan square 75 minus 15. ഇനി എന്താ 75 plus 15? 90 ആണ്. അപ്പൊ ഇത് sin square 90 ആയി. ഇത് tan square 60 ആയി. ഇനി എന്താണ് സൈൻ 90? സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ് അല്ലെ? ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. ഈ ടേബിൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ഇവിടെ 1 ഉണ്ട്, അതിന്റെ സ്ക്വയർ ഉള്ളത് കൊണ്ട് 1 സ്ക്വയർ എന്നും ഇതിനെന്ത് വിളിക്കും? √3 സ്ക്വയർ എന്നും വിളിക്കും. സോ 1 സ്ക്വയർ പ്ലസ് 3, ദാറ്റ് വിൽ ബി വാട്ട്? 4 ആണ് ആൻസർ വരിക. നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. നമുക്ക് വെറുതെ അതൊന്നും ക്വസ്റ്റിന് ചെയ്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ഇനി വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. 1 + 3 = 4. ഫിസിക്സിന്റെ ക്ലാസ്സും വരുന്നുണ്ട്, കെമിസ്ട്രിയും വരും. ഫിസിക്സിന്റെ ക്ലാസ് ഓൾറെഡി ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, എവറി ട്യൂസ്ഡേ. ഓക്കെ, നോക്കൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. 1 + 3 = 4. ഇനി ഏതെങ്കിലും പ്രിഫേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. മോസ്റ്റ് വെൽക്കം ഫോർ ദാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 5th 1 ഉം 23 ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ പോവാണ്. 5th പിന്നെ 23. 5th 1 23. I hope this is everyone understood. 5th question. 5th question നിങ്ങൾക്ക് ടേബിൾ എന്ന് അറിയാം. എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് ഇത് റെക്കോർഡിംഗ് വരും കേട്ടോ ഗ്രൂപ്പിൽ, ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. 5th question പലരും എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഇതിൽ ശരിക്ക് ഒരു ഐഡന്റിറ്റി കിടക്കുന്നുണ്ട്. അല്ല സൈൻ 15ന്റെയും കോസ് 15ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയില്ല, കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ഐഡന്റിറ്റി കിടക്കുന്നുണ്ട്. ഇത് അങ്ങനെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 5th question.
3 sin 30 minus 4 sin cube 30 divided by 2 sin square 50 plus 2 cos square 50. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പലർക്കും വരുന്ന ഡൗട്ട് എന്താ അറിയോ, സൈൻ 50ന്റെ വാല്യൂ എനിക്ക് അറിയില്ലല്ലോ, അറിയണ്ട. പക്ഷെ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റി, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു വാട്ട് 1. അപ്പൊ നമുക്ക് സൈൻ 30ന്റെ വാല്യൂ എന്താണ്? സൈൻ 30ന്റെ വാല്യൂ നമുക്കറിയാം 1/2 ആണെന്നുള്ളത്. സൈൻ 30ന്റെ വാല്യൂ 1/2 ആണ്. ചില ആൾക്കാർ ഈ ട്രിഗ്നോമെട്രി വാല്യൂ എക്സ്പ്രഷൻ ടാൻ ഒന്നും തെറ്റിക്കരുത്, നിങ്ങളെ വേർഡ് പ്രോളൊക്കെ തെറ്റും. അപ്പൊ സൈൻ 30ന്റെ വാല്യൂ 1/2 ആണ്. അപ്പൊ 3 × 1/2, 4 × ക്യൂബ് ഉള്ളതുകൊണ്ട് സൈൻ 30ന്റെ ക്യൂബ് വരും, 1/2 ക്യൂബ് എന്ന് വരും. ഇനി ഡിനോമിനേറ്ററിൽ എന്ത് വരും? 2 പുറത്തേക്ക് എടുക്കുക. സൈൻ സ്ക്വയർ 50 പ്ലസ് കോസ് സ്ക്വയർ 50. ആരെങ്കിലും നിങ്ങളോട് ഇത് ഡിലീറ്റ് ചെയ്ത സിലബസ് പാർട്ട് എന്നത് ഡിലീറ്റഡ് അല്ല, ഇത് കോമ്പിറ്റൻസി ബേസ്ഡ് വരുന്നതാണ്, ഐഡന്റിറ്റി ആണ്. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്. കഴിഞ്ഞ വർഷം ബോർഡ് എക്സാമിന് ചോദിച്ചത്, നിങ്ങളെ റീജിയനിലെ ക്വസ്റ്റ്യൻ ഒക്കെ ഇതിലുണ്ടാവും. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എത്രയാണ്? 1 ആണ്. ഐഡന്റിറ്റി ആണ്, ഇത് 1 ആണ്. 3 ഐഡന്റിറ്റി ഉണ്ട്. ഐഡന്റിറ്റി കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ഈ ഒരു സംഭവം ഉണ്ട്. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 3 × 1/2 എന്ന് പറഞ്ഞാൽ 3/2. 1/2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/8. 4 × 1/8. താഴെ 2 × 1. ഇനി ഇവിടെ ഒരു ക്യാൻസലേഷൻ, ഇതും ക്യാൻസൽ ചെയ്ത് പോകും, 2. അപ്പൊ 3/2 മൈനസ് 1/2 എന്ന് വരും. 3/2 മൈനസ് 1/2 ആണ് അത്ര. 3 - 1 പറഞ്ഞാൽ 2 ആണ്. 3 - 1 പറഞ്ഞാൽ 2 ആണ്. 2/2 എന്ന് വരും. 2/2 പറഞ്ഞാൽ 1. അപ്പൊ ആൻസർ വരെ 1/2 എന്നാണ്. കാരണം 3/2 മൈനസ് ഹാഫ്, 1.5 മൈനസ് ഹാഫ് പറഞ്ഞാൽ 1 അല്ലേ. അപ്പൊ ആൻസർ വരെ 1/2 ആണ്. ഐ ഹോപ്പ് ദാറ്റ്സ് ആൾസോ ക്ലിയർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാം. ഒരു അടുത്ത ഡൗട്ട് ചോദിച്ചത് പറയാൻ പോവാണ്. വെറുതെ ടൈം വേസ്റ്റ് ആക്കരുത്. എല്ലാവരും ക്ഷമിക്കുക. ഇപ്പോൾ ആയിഷിന്റെ ഡൗട്ട് ക്ലിയർ ആയി. ആർക്കും ഇത്രയും ഡൗട്ട് ചോദിക്കണം. 23rd ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചോദിച്ചത്. 23rd ക്വസ്റ്റ്യൻ വർക്ക്ഷീറ്റ് ഓൾറെഡി ഗ്രൂപ്പിലുണ്ട്. അയോന ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 23rd. 23rd നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ. 23rd നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അത് അടുത്തൊരു കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 23rd ടേബിൾ ശരിക്കും അറിയണം. ഗിവൺ ദാറ്റ്, ഞാൻ എഴുതുന്ന പോലെ തന്നെ എഴുതാൻ ശ്രമിക്കുക. സിക്ക് നിങ്ങൾ ചില ഡൗട്ട് ചോദിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, ചോദിക്കുന്നവർ വർക്ക്ഷീറ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. സിക്ക് B+C - A ഈക്വൽ ടു 2 ആൻഡ് സിംഗിൾ ലൈനിൽ എഴുതാൻ ശ്രമിക്കുക. സിക്ക് B+C - A ഈക്വൽ ടു 2 ആൻഡ് tan C + A - B ഈക്വൽ ടു 1/√3. ഇത്രയും കാര്യങ്ങളാണ് തന്നത്. നമുക്ക് കാണേണ്ടത് വാട്ട് ഇസ് ABC എന്നാണ് കാണേണ്ടത്. അപ്പൊ ഞാനിവിടെ ട്രിഗ്നോമെട്രി ടേബിൾ നിങ്ങളെ പഠിപ്പിച്ചത് സൈനും കോസും ടാനുള്ളും ഇതിന്റെ റെസിപ്രോക്കൽ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ പറഞ്ഞു. ടേബിൾ മൊത്തമായിട്ട് എഴുതി വെക്കണം. ഇവിടെ തന്ന സംഭവം ശ്രദ്ധിക്കാം. സിക്ക് സംതിങ് ഈക്വൽ ടു 2. സിക്ക് എന്താണ് 2? സിക്ക് എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കൽ ആണ്. സിക്ക് സംതിങ് ഇസ് 2. ഇതാണ് ഇവിടെ 1/2 വരിക. സിക്ക് 60 ആണ് 2 വരിക. കോസിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, this thing should be replaced by 60. B+C - A/2 should be replaced by what is 60. B+C - A എന്ത് ചെയ്യണം? 60. ഇത് പലരും പല വേയിൽ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. B+C - A ആണ് 60. സിക്ക് 60 ആണ് 2. cos 60 1/2, so സിക്ക് 62 അതിന്റെ റെസിപ്രോക്കൽ. ടാൻ എന്താണ്? 1/√3. ടാൻ 30 ആണ് 1/√3. അപ്പൊ ഇവിടെ C + A - B ആണ് എന്ത്? 30. ആർക്കും ഡൗട്ടിന്റെ ചോദിക്കണം. ഇറ്റ് ഷുഡ് ബി റീപ്ലേസ് ബൈ 30. ഞാൻ ചെറിയൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഐ എം ജസ്റ്റ് റീഅറേഞ്ചിങ് വാട്ട് ഐ റോട്ട് ഫോർ ബെറ്റർ കാൽക്കുലേഷൻ. റീഅറേഞ്ചിങ് ഇൻ ദ സെൻസ് ABC ഓർഡറിൽ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് ആദ്യം എഴുതി, പിന്നെ D എഴുതി, then C ഈക്വൽ ടു 60. ദിസ് ഇസ് വാട്ട് വി ആർ കോളിംഗ് ഇക്വേഷൻ നമ്പർ 1.
ഒന്ന് ഐ റീഅറേഞ്ച് ഇറ്റ്. രണ്ടാമത്തെ റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. എ ഐ റോട്ട് ഫസ്റ്റ്, then minus b, then c equal to 30. Equation number 2. I hope everyone understood this. Please write up here. After that, what I'm saying, listen to me. ഇതൊരു ട്രയാങ്കിൾ സംഭവിക്കുന്ന കാര്യമാണ്. ഒരു ട്രയാങ്കിളിൽ 3 ആംഗിൾ ഉണ്ടാവും. ഈ 3 ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. അതാണ് അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത്. We know that we know that in triangle ABC, ഏതൊരു ട്രയാങ്കിളും 3 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടും. We know that in triangle ABC, A plus B plus C equal to what? 180. ഏതൊരു ട്രയാങ്കിളും ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180. ഇതൊരു മൂന്നാമത്തെ ഇക്വേഷൻ നമ്മളെ ഭാഗത്തു നിന്ന് വന്നു. ഈ ബ്ലൂ കളർ ഇക്വേഷൻ വരുന്നത് നമ്മളെ ഭാഗത്തു നിന്നാണ്. ഏതൊരു ട്രയാങ്കിളിലും 3 ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 180. ഇനിയാണ് നമ്മൾ തുടങ്ങാൻ പോണത്. എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പണിയുള്ളൂ. ഓക്കെ, ദിസ് മച്ച് വി ഗോട്ട്. നൗ വാട്ട് വി ആർ ഡൂയിങ്? ഓക്കെ, വാട്ട് വി ആർ ഡൂയിങ് ശ്രദ്ധിക്കുക. ഇക്വേഷൻ 3യും 2യും സബ്ട്രാക്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. 3യും 2യും സബ്ട്രാക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 3യും 1ഉം സബ്ട്രാക്ട് ചെയ്യാം. ആദ്യം ചെയ്തോളൂ, എന്നെ വെയിറ്റ് ചെയ്യണ്ട. പിന്നെ 3യും 2യും സബ്ട്രാക്ട് ചെയ്യാം. 3യും 1ഉം സബ്ട്രാക്ട് ചെയ്യുക, 3യും 2ഉം സബ്ട്രാക്ട് ചെയ്യാം. അപ്പം 3 എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 180 ആണ്. നിങ്ങൾ ആൻസർ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ഇത് എന്ന് പറയുന്നത് 60 ആണ്. സബ്ട്രാക്ട് ചെയ്തതിന് കിട്ടുന്ന ആൻസർ നിങ്ങൾക്ക് ഓരോ ലെറ്റർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ബി പ്ലസും പോവും. സോ എ മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും. 2a ഈക്വൽ ടു 240 എന്ന് വരും. എ എന്ന് പറഞ്ഞാൽ 120 എന്ന് വരും. ഫസ്റ്റ് ആംഗിൾ കിട്ടി. എ 120 എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആണ്. തേർഡ് ഇക്വേഷൻ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എ മൈനസ് മൈനസ് വിൽ ബിക്കം 2a. Same way we have to subtract here also. A plus B plus C equal to 180. A minus B plus C equal to what? 30. Subtract ചെയ്യുന്നു. Sorry, here we subtracted അല്ലേ ചെയ്തത്. Sorry കേട്ടോ, അഡീഷൻ ആണ് ഞാൻ ചെയ്തത്. സോറി, സബ്ട്രാക്ട് ആണ് ചെയ്യുന്നത്. സോ 120. സോ A will be 60 ആണ് വരിക. സോറി, സബ്ട്രാക്ഷൻ ആണ് ചെയ്തത്. 180 മൈനസ് 60 120 ആണ്. സോ 120/2 എന്ന് പറയുന്നത് 60 ആണ് വരിക. ശ്രദ്ധിക്കുക. സോറി, ഞാൻ ബൈ മിസ്റ്റേക്കിൽ ആഡ് ചെയ്തു. എന്തായാലും മിസ്റ്റേക്ക് വരുമ്പോൾ മോർ ദാൻ 180 വരും. അത് വരാൻ പാടില്ല. ഇനി ഇവിടെയും സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എയും സിയും ആണ് കട്ട് ആവും. ബി മൈനസ് ബി, സോ ഇറ്റ് വിൽ ബി 2b. 2b ഈക്വൽ ടു 150. ബി ഈക്വൽ ടു 75 എന്നാണ് വരിക. രണ്ടാമത്തെ ആംഗിൾ നമുക്ക് കിട്ടി. വളരെ ഈസി ആയിട്ട് ഒന്നാമത്തെ ആംഗിളും കിട്ടി, രണ്ടാം. ഇനി മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ പണിയില്ല. ഏതെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇക്വേഷൻ 3 is better. From 3 എന്റെ വാല്യൂ അറിയാം 60 ആണെന്നുള്ളത്. ബിന്റെ വാല്യൂ അറിയാം 75 ആണെന്നുള്ളത്. സി ഈക്വൽ ടു 180. സി ഈക്വൽ ടു 180 മൈനസ് 135 എന്ന് വരും. ബിക്കോസ് 60 പ്ലസ് 75 135 ആണ്. സി 45 ഡിഗ്രി. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് വിചാരിക്കണം. ചോദിക്കാം ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്ത ചോദിച്ച ക്വസ്റ്റ്യന് 33 ആണ്. 33 പിന്നെ 7th അങ്ങനെ പോകുന്നുണ്ട്. ഏതൊരു ട്രയാങ്കിളിലും 3 ആംഗിൾ കൂട്ടിയാൽ 180 കിട്ടും അല്ലേ? ഐഫോണ് നമ്മൾ പേരൊക്കെ കൊടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. ഏതൊരു ട്രയാങ്കിളിലും 3 ആംഗിൾ കൂട്ടി എത്ര കിട്ടുക? 180 കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ A plus B plus C 180 എഴുതിയത്. എനി ട്രയാങ്കിൾ സം ഓഫ് ഓൾ ക്വാഡ്രിലാറ്റർ ആണെങ്കിൽ 360. അങ്ങനെയാണ് 180 കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഓർഡറിലെ പ്രകാരം പോകുന്നത്. ബയോണിന്റെ ഡൗട്ട് ക്ലിയർ ആയി. ഇനി 33 അർഷ്യൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 33 I hope this is clear.
33. Determine the value of x. 33. എല്ലാവർക്കും ട്രൈ ചെയ്യാട്ടോ. 33 ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എന്നോട് ചോദിച്ചിരുന്നു ആരൊന്ന് a+b+c എങ്ങനെ 180, അതന്നെയാണ് ഇതിന്റെ ആൻസറും. 33 എന്ന് പറയുന്നത് കോസ് a+b+c ബൈ ഇത്ര 2 ആണ്. എടാ ഇത് ട്രയാങ്കിൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഏതൊരു ട്രയാങ്കിളിനും a+b+c എത്ര 180 അല്ലേ? അപ്പൊ ഇത് വരിക 180/2 ആണ് വരിക. 180/2. കോസ് 90 ഒക്കെ ഡിഫൈൻഡ് ആണ്. ടാൻ 90 ആണ് നോട്ട് ഡിഫൈൻഡ്. ടാൻ 90 ആണ് നോട്ട് ഡിഫൈൻഡ്. കോസ് 90 ആണ് 0 ആണ്. സോ കോസ് 180/2 ദാറ്റ് ഇസ് വാട്ട് കോസ് 90. കോസ് 90 ആണ് 0 ആണ്. ഇതാണ് 33ന്റെ ആൻസർ. നോട്ട് ഡിഫൈൻഡ് വരുന്ന ടാൻ ആണ്. ഒരു ഫിംഗർ ടെക്നിക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് 7th ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യൻ. tan 45 equal to 1 prove geometrically. ഇത് ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പലപ്പോഴും ചോദിക്കാൻ ചാൻസ്. ജോമെട്രിക്കലി tan 45 പ്രൂവ് ചെയ്യാനും sin 30 പ്രൂവ് ചെയ്യാനൊക്കെ പറയാം. ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചോദിച്ചോളുന്നില്ല, പക്ഷെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രൂഫാണ് ഇതിൽ 2000, അതായത് കഴിഞ്ഞ വർഷം ഒരു റീജിയനിൽ 2 മാർക്കും ചോദിച്ചിട്ടുണ്ട്. tan 45 എങ്ങനെ ജോമെട്രിക്കലി പ്രൂവ് ചെയ്യാന്നുള്ളത്. ശ്രദ്ധിച്ചോളൂ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരക്കുക. ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഐസോസിലസ് ആയിരിക്കണം, 2 സൈഡ് ഈക്വൽ ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഐസോസിലസ് റൈറ്റ് ആംഗിളിന്റെ പ്രത്യേകത 2 ആംഗിൾ 45 ആയിരിക്കും. നിങ്ങളെ ജോമെട്രി ബോക്സിലുള്ള പിന്നെ ആ സെറ്റ് സ്ക്വയർ ആണ് ഈ സാധനം. ജോമെട്രിക്കലി പ്രൂവ് ചെയ്യാൻ പറയും. ഈ ട്രിഗണോമെട്രി ടേബിൾ ഒക്കെ കിട്ടുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ജോമെട്രിക്കലി പ്രൂവിങ്. ട്രിഗണോമെട്രിന്റെ മീനിങ് എന്താ? ട്രിഗണോമെട്രിയുടെ മീനിങ് ട്രയാംഗിളിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണോ പിന്നെ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിക്കുക? ട്രിഗണോമെട്രിയുടെ മീനിങ് എന്താ? ട്രിഗോണോമെട്രി ആണ്. അതിന്റെ ഫുൾ ഫോം നോക്കിയാൽ മതി. ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാൻ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിന്റെ ഫുൾ ഫോം തന്നെ അതാ. ട്രൈ മീൻസ് 3, ഗോണോ മീൻസ് പോളിഗൺ സൈഡ്, മെട്രി എന്ന മെഷർമെന്റ്, 3 സൈഡ് മെഷർമെന്റ്, അതായത് മെഷർമെന്റ് ഓഫ് ദി ട്രയാംഗിൾ ആണ്. അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നെ ആവണമെന്നില്ല, ഏത് ട്രയാംഗിളും ആവാം. പക്ഷേ നമ്മളിപ്പോ പഠിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. 7th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ജോമെട്രിക്കലി പ്രൂവ് ചെയ്യാൻ പറയും. അപ്പൊ എഴുതിക്കോ സ്റ്റേറ്റ്മെന്റ്. ഇൻ ഫിഗർ, സ്റ്റേറ്റ്മെന്റ് എഴുതണം. 2 മാർക്ക് ചോദിച്ചതാണ്. ഇൻ ഫിഗർ ABC is a triangle. In figure ABC is a triangle. In figure ABC is a triangle in which angles are 45, 45 and 90. In which angles are 45, 45 and 90. In figure ABC is a triangle in which angles are 45, 45 and 90. അത് നമ്മൾ വരച്ച കാര്യം. ലെറ്റ് എ ബി ഈക്വൽ ടു എക്സ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. sin 30 കുറച്ച് ടൈം എടുക്കും. ലെറ്റ് എ ബി ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ബി സി. രണ്ടും ഈക്വൽ ആയിട്ട് വരും, കാരണം ഇതൊരു ഐസോസിലസ് ട്രയാംഗിൾ ആണ്. 45, 45 വന്നുകൊണ്ട്. Therefore by Pythagoras theorem, therefore by Pythagoras theorem, therefore by Pythagoras theorem, AC square equal to hypotenuse square equal to base square plus height square. അത് 2x square എന്നാവും. അപ്പൊ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് 2x square എന്ന് വരും. എക്സ് സ്ക്വയറിന് റൂട്ട് ഉണ്ട്, പക്ഷെ 2ന് റൂട്ട് ഇല്ല. അത് ഇങ്ങനെ വരും. അത് എക്സ് റൂട്ട് 2 എന്നാവും. എക്സ് റൂട്ട് 2. ഇത് എക്സ് റൂട്ട് 2 എന്നാവും. ഇനി നിങ്ങളോട് എന്താ ചോദിച്ചത്? tan 45 ആണ്. ഇതാണ് പണി. Therefore tan 45 equal to, ടാന്റെ ഡെഫിനിഷൻ എന്താടാ? സോക്കാട്ടോ എന്ന് പറയും. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, കോഡ് ഇതാണ്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിനസ്. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. സോ കാട്ടോ. ഇത് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റും.
അപ്പൊ ഞാൻ ആ ബേസിക്കും പറഞ്ഞിട്ടില്ല എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആയതുകൊണ്ട്. അപ്പൊ ടാൻ 45 നിങ്ങൾക്ക് ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. ടാന്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അഡ്ജസ്റ്റന്റ് എക്സ് ആണ്. സോ ഈക്വൽ ടു 1. ഇതാണ് ഇതിന്റെ പ്രൂഫ്. ഇതാണ് ജോമെട്രിക്കലി പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്. ടാൻ 45 ഈക്വൽ ടു 1, ജോമെട്രിക്കൽ പ്രൂഫ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് 7th കഴിഞ്ഞു. 14th ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. 14th ക്വസ്റ്റ്യൻ ടേബിൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 14th ക്വസ്റ്റ്യൻ ആർക്കും ചോദിക്കാം. ചോദിച്ചാൽ ചോദിച്ച ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കരുത്, അത് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഇതൊക്കെ പ്രിന്റ് എടുത്ത് ബുക്കിലാക്കി വെച്ചോ. ഒരു ഫയൽ വാങ്ങിയിട്ട് ഒക്കെ സ്റ്റാപ്പിൾ ചെയ്ത് വെച്ചിട്ട് മൊഡ്യൂൾ കംപ്ലീറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും ഔട്ട് ഓഫ് 48 മിനിമം 45 നിങ്ങൾക്ക് കിട്ടും ഈ തരുന്ന മൊഡ്യൂൾസുകളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ. അപ്പൊ നിങ്ങൾ 48 ഒന്നും ചോദിക്കണ്ട. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ 48 മാർക്ക് ഉണ്ടാവുക. ബാക്കി 32 മാർക്ക് കേസ് സ്റ്റഡിയും അതേപോലെ MCQ ആണ്, അത് ഇതിന്റെ കൂടെ വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ അടുത്ത് ചോദിച്ചത് 14th ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 14th ക്വസ്റ്റ്യൻ 2 tan 30 ഇൻറ്റു ഡോട്ട് എന്ന് പറഞ്ഞ ഇൻറ്റു ആണ്. 2 tan 30 ഇൻറ്റു 660 ഇൻറ്റു tan 45 ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ 60. ടേബിൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ടേബിൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താണ്. ആക്ച്വലി അതിന്റെ ആവശ്യമല്ല ആക്കിബ്, പക്ഷേ ഇതിൽ ഇപ്പോൾ ടാൻ 45 ആയതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത്. ഓക്കെ, ടാൻ 45 ആയതുകൊണ്ട്. പിന്നെ ടാൻ 30 ഒക്കെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, എന്തിനാ ഇപ്പൊ ഇവിടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചു എന്നുള്ളത്. ഇതിന്റെ ആവശ്യം ശരിക്കും ഇല്ല. പക്ഷെ നിങ്ങളോട് ചോദിക്കുകയാണ് ടാൻ വേറെ ഏതെങ്കിലും വാല്യൂ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സൈൻ 45 ചോദിക്കുകയാണെങ്കിൽ ഇത് ആവശ്യമുണ്ട്. സൈൻ 45 വരുമ്പോൾ എന്ത് ചെയ്യണം, ഹൈപ്പോട്ടനസ് കൂടി വേണം. അപ്പൊ ടാന്റെ കേസിൽ ഓപ്പോസിറ്റ് ഇതേ ഉള്ളൂ, അതുകൊണ്ട് വിഷയമൊന്നുമില്ല. പക്ഷെ എഴുതുന്നത് നല്ലതാണ്. നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാം, അപ്പം തന്നെയാണ് നിങ്ങളെ ഇത് ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പൊ ഇതില് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. ടാൻ 30ന്റെ വാല്യൂ 1/√3 ആണ്. സീക്ക് 60ന്റെ വാല്യൂ 2 ആണ്. സീക്ക് 60 ആണ് കോസ് 60 റെസിപ്രോക്ക്. ടാൻ 45 പറഞ്ഞാൽ 1 ആണ്. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അതിന്റെ സ്ക്വയർ ആണ് പറയുന്നത്. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ റിസൾട്ട് ഒക്കെ ഉണ്ടാവും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 4/√3 എന്ന് വരും. എന്തുകൊണ്ടാ? ഹലോ സർ, യാ, ഈ 1 മൈനസ് സൈൻ സ്ക്വയർ 60 എന്നുള്ളത് നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല, യൂസ് ചെയ്യാം. കോസ് സ്ക്വയർ 16 എഴുതാം. ഞാൻ പിന്നെ ഐഡന്റിറ്റിനെ കുറിച്ച് പറയാത്തോണ്ട് മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. ഓക്കെ സർ. x√2 എടാ അത് പിന്നെ ഇത് ഇപ്പൊ എപ്പോഴും എനിക്ക് ബോധം വന്ന്, എടാ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ആണ് എക്സ്. സ്ക്വയറും സ്ക്വയർ റൂട്ട് ഗെറ്റ് ക്യാൻ. പിന്നെ 2ന് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് അവിടെ തന്നെ കിടക്കും. ഓക്കെ, അതാണ് അങ്ങനെയാണ് x√2 എഴുതിയത്. ഈ എനിക്ക് കുറെ വൈകിട്ട് എന്റെ അപ്ഡേറ്റ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിനെ നമുക്ക് പിന്നെ ഐഡന്റിറ്റി, തീർച്ചയായിട്ടും ഐഡന്റിറ്റി യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റാണ് കോസ് സ്ക്വയർ തീറ്റാണ് ഐഡന്റിറ്റി യൂസ് ചെയ്യാം. ഞാൻ പിന്നെ ഈ ഒരു ടേബിൾ വെച്ചിട്ട് തന്നെ പോകുന്നോണ്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഇത് 1 മൈനസ് √3/2, അപ്പൊ 1 മൈനസ് 3/4 എന്ന് വരും. √3/2 സ്ക്വയർ പറഞ്ഞാൽ √3ന്റെ സ്ക്വയർ 3 ആണ്, 3/2 4 ആണ്. ഇത് ഒരു ഐഡിയ ഇല്ലാത്തോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു ധാരണയില്ല. ഞാനിങ്ങനെ ക്ലാസ് എടുത്ത് പോവാണ്. ഇവിടെ LCM എടുക്കണം. എങ്ങനെ LCM എടുക്കുക? ഇതിനതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 എന്ന് വരും. അപ്പൊ 4/√3 ഡിവൈഡ് ബൈ 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 എന്ന് വരും. ഇനി അതിന്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് റാഷണൽ നമ്പർ ചെയ്യുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പൊ ആൻസർ വരിക 16/√3 എന്നാണ് ആൻസർ വരിക. റാഷണലൈസ് വേണേ ചെയ്യാം. ആൻസർ കീയിൽ ഞാൻ റാഷണലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 16/√3 എഴുതിയാൽ ആരും നിങ്ങളെ മാർക്ക് കട്ട് ചെയ്യാൻ പോകുന്നില്ല.
ഇനി ഒരു കാര്യം പറയാം, CBSE സ്റ്റെപ്പ് എല്ലാം കൂടെ നോക്കൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഡയറക്റ്റ്ലി ഇത് എഴുതുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ആൻസർ കീയിൽ വരുന്നത്. അതിന്റെ ഞാൻ പേപ്പറിന്റെ ഒരു വാല്യൂഷൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദിച്ച ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ ആണ്. 16th ക്വസ്റ്റ്യൻ. സോഫാർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത ആർക്കും ചോദിക്കാണ്ട് ചോദിച്ചോളൂ. 16th ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യുന്നത്. 16th ക്വസ്റ്റ്യൻ. നമുക്ക് 15 മിനിറ്റും കൂടി ഉള്ളൂ. 16th ക്വസ്റ്റ്യൻ ആണ്. cos 45 plus sin 60. cos 45 plus sin 60 divided by sec 30 plus cosec 30. പത്തറുപതോളം പേരുണ്ട്. ഡൗട്ട് ഇല്ലാന്ന് ഒന്നുകിൽ എല്ലാം അറിയാം, അല്ലെങ്കിൽ ഒന്നും അറിയില്ല. എന്താണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് cos 45? cos 45 പറഞ്ഞാൽ 1/√2. sin 60 എന്ന് പറഞ്ഞാൽ √3/2. sec 30 ഞാൻ നിങ്ങളോട് പറഞ്ഞു. sec 30 എന്ന് പറഞ്ഞാൽ cos 30 റെസിപ്രോക്കൽ ആണ്. 2/√3 വരിക. ടേബിൾ നിർബന്ധമായിട്ടും cosec 30 എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. ഒരു വൃത്തികെട്ട നമ്പേഴ്സ് എന്ന് തന്നെ പറയാം ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ചെയ്യാൻ പോവാണ്. ദിസ് ഇൻറ്റു ദിസ്, ദിസ് ഇൻറ്റു ദിസ്. അത് ചെയ്യുമ്പോൾ 2 + √6 by 2√2 എന്ന് കിട്ടും. 2 ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ LCM എടുക്കുമ്പോൾ 2 + 2√3 by √3 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ഇത് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ. ഇനി റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2 + 2√6 by 2√2 into √3 by 2 + 2√3. ഇതൊക്കെ മൾട്ടിപ്ലൈ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. കഴിഞ്ഞ വർഷം ചോദിച്ചത് തന്നെയാണ് തോന്നുന്നു. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 × √3 2√3. √6 into this √18. 2√2 into 2 4√2. 2√2 into 2 4√6. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിർത്താം. അങ്ങനെ നിർത്തിക്കോളെ. ഇനി കൂടുതൽ ബുദ്ധിമുട്ടാവണ്ട. കാരണം 2√2 into 2 എന്ന് പറഞ്ഞാൽ 4√2 ആണ്. പിന്നെ 2√2 into ഈ രണ്ടാമത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 2 എത്ര? 4 ആണ്. √2 into √3 √6 ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരിക. 2√3. ആൻസർ കീയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. √15 ആണ് എഴുതിയത്. ആൻസർ കീ √18 ആണ്. അത് അങ്ങനെ മാറ്റണം നിങ്ങൾ. ബാക്കിയുള്ളത് കറക്റ്റ് ആണ്. √18 ആണ് വരിക. ടൈപ്പിംഗിൽ വരുന്നത്. മാത്സ് ടൈപ്പിംഗ് അത്ര ഈസി പ്രോസസ് അല്ല. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഞാൻ 650ഓളം MCQ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൈ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. 140 കേസ് സ്റ്റഡിയും ഞാൻ കുറച്ചായിട്ട് നിങ്ങൾക്ക് അയക്കും. പിന്നെ അസേഷൻ റീസൺ 140 എണ്ണം. ഇതൊക്കെ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഒക്കെയാണ്. അപ്പം മാത്സ് ടൈപ്പിംഗ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഈസി. ഓരോ സിമ്പിളും കാര്യങ്ങളും. √18 ആണ് വരും, √15 അല്ല. ആൻസർ കീയിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ആൾസോ ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36 ആണ്. 36. ടേബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കഴിയാത്തൊരു വിഷയമാക്കേണ്ടതിന്റെ റെക്കോർഡിംഗ് ഇന്നോ നാളേക്ക് ആയിട്ട് വരും. 36. 4 cot square 45 minus sec square 60. Sec square 60 plus sin square 60 plus sin square 60 plus p equal to 3/4. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടുന്നും കിട്ടൂല കേട്ടോ. എവിടെ കോച്ചിങ്ങിന് പോലും നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ്. ട്രിഗ്നോമെട്രിന്റെ ഒരു ഭാഗം. ഞാൻ ഐഡന്റിറ്റി ഉണ്ടല്ലോ, 3 മൊഡ്യൂൾസ് ഉണ്ട് ഐഡന്റിറ്റി. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അതിന് മാത്രം ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്യുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോട്ട് 45 പറഞ്ഞാൽ ടാൻ 45 റെസിപ്രോക്കൽ ആണ്. ടാൻ 45 1 ആണ്. കോട്ട് 45 എന്ത് തന്നെയാണ്? 1 ആണ്. 4 × 1². സീക്ക് 60 എന്ന് പറയുന്നത് cos 60 റെസിപ്രോക്കൽ. ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്. cos 60 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. അപ്പൊ സീക്ക് 60 എന്ന് പറയുന്നത് എത്ര? 2 ആണ്.
അതിന്റെ സ്ക്വയർ. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 അതിന്റെ സ്ക്വയർ പ്ലസ് പി ഈക്വൽ ടു 3/4. നമുക്ക് തോന്നുന്നു പി 0 ആയിരിക്കും ആൻസർ വരിക. 4 × 1 സ്ക്വയർ 4 -4 ഇത് വരിക 3/4 പ്ലസ് പി ഈക്വൽ ടു 3/4. 4ഉം 4ഉം ക്യാൻസലായി. പി എന്ത് വരും? 3/4 - 3/4. പിന്റെ വാല്യൂ എത്ര? 0. ചെക്ക് ചെയ്തോളൂ. ഇനി അടുത്തത് 37 ആണ്. അത് കഴിഞ്ഞിട്ട് 18. പി ഈക്വൽ ടു 0. ഇനി 37 ആണ്. എഴുതിക്കോളൂ. ഇതിന്റെ എല്ലാ ഗ്രൂപ്പിൽ ഇല്ലാത്തവരൊക്കെ ഒന്ന് അതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. പിന്നെ ഉപയോഗപ്പെടുത്തിക്കോളൂ മാക്സിമം. ഇനി എക്സ്പേർട്സ് ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്സ് വരുന്നുണ്ട് ഈ വരുന്ന ട്യൂസ്ഡേ. അപ്പം അതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. (37) Given that sin theta minus cos theta equal to 0. Sin theta minus cos theta equal to 0. അപ്പൊ എന്ത് ചെയ്യാം? കോസ് തീറ്റനെ അപ്പുറത്തേക്ക് എടുക്കാം. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. എന്നിട്ട് നോക്കുക സൈനും കോസും എവിടെ ഈക്വൽ ആണെന്ന് നോക്കുക. സൈനും കോസും ഈക്വൽ ആണ് സ്ഥലം 45-ലാണ്. സൈൻ 45 കോസ് 45 ഈക്വൽ. അപ്പോൾ അതിന്റെ വാല്യൂ കിട്ടി എത്ര? 45 എന്ന് കിട്ടി. therefore തീറ്റ ഈക്വൽ ടു 45. രണ്ട് ഈക്വൽ ആണ്. അപ്പൊ 45-ന് മാത്രമേ ഈക്വൽ ആവുള്ളൂ. അവിടെ ഈക്വൽ ആവുള്ളൂ. നിങ്ങൾക്ക് കണ്ടൂടെ? എന്താ കാണണ്ടേ? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ആണ് കാണണ്ടേ. therefore സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ where theta equal to how much? 45. നിങ്ങൾക്ക് കിട്ടി. സോ സൈൻ 45 പ്ലസ് കോസ് 45. സൈൻ 45ന്റെ വാല്യൂ 1/√2. കോസ് 45ന്റെ വാല്യൂ 1/√2 ആണ്. സോ 1 + 1 2/√2. 2ഉം √2ഉം കട്ട് ചെയ്യാം. അറിയുമെന്ന് വിചാരിക്കുന്നു. റാഷണലൈസേഷൻ √2 ആണ് ആൻസർ വരിക. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ 18th ആണ്. 18th ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ 18th. അത് ഏതോ റീജിയനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇത് ഈ ആറാമത്തതും അതേപോലെ 18th ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ 11th സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ആ റിസൾട്ട് ആൾറെഡി നിങ്ങൾക്ക് തരും. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട. ആ റിസൾട്ട് തന്നിട്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ കാണാൻ വേണ്ടി അതിനാണ് കോമ്പിറ്റൻസി ബേസ്ഡ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ചോദിച്ചത് പിന്നെ ക്വസ്റ്റ്യൻ 18 ആണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 6th one you can try by yourself. 18th question asked. 18th question. Given that cos A plus B equal to cos A cos B minus sin A sin B. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? cos 75 ആ ചോദിക്കുന്നത്. അപ്പൊ cos 75 എങ്ങനെ കാണാം? ഈ രീതിയിലേക്ക് cos 75നെ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരിക? cos 75 you people can write A plus B sum of two non value. നോൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടേബിൾ വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 0, 35, 45, 60, 90 അത് മാത്രം. അപ്പൊ നമുക്ക് ഈ 75നെ നമുക്ക് 45 + 30 എഴുതാം. ടേബിൾ വാല്യൂ. അപ്പൊ ഇത് 45ഉം ഇത് എത്ര? 30. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ. അപ്പം നമുക്ക് എഴുതാം cos A plus B cos A cos B. റിസൾട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട. റിസൾട്ട് അവിടെ തരും. ഓക്കെ, ഇത് നിങ്ങളെ റിസൾട്ട് അല്ല, 11th റിസൾട്ട് ആണ്. മൈനസ് സൈൻ 45 സൈൻ 30. എന്താ cos 45? 1/√2. cos 30 √3/2. 1/√2 1/2. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ടിന്റെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. സോ സൈൻ 45 മൈനസ് cos 45 അല്ല, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ അല്ലേ ക്വസ്റ്റ്യന്? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ആയിരിക്കും. ഇനി ടൈപ്പിങ്ങിന്റെ പ്രശ്നം ഉണ്ടോന്നല്ല. സൈൻ തീറ്റ പ്ലസ് കോസ് 45 അല്ലടാ, പ്ലസ് ആണ് വരുന്നത് ക്വസ്റ്റ്യന്. ഓക്കെ,
അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ് 2√2. ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യും. 1 × √3 √3. 1 × 1 1. ഇതാണ് ആൻസർ വരിക. √3 - 1. √3 - 1 by 2√2 ആണ് ആൻസർ വരിക. അടുത്ത ചോദിച്ച ക്വസ്റ്റ്യൻ 34 ആണ്. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ അത് പെട്ടെന്ന് നമുക്ക് തീരും. ഓക്കെ, ചോദിച്ച ക്വസ്റ്റ്യൻ 34 ആണ്. 5 മിനിറ്റും കൂടി ഉള്ളൂ. ഇത് നിങ്ങൾ പ്രാക്ടീസ്. ഒരു പേടിയും ഒരാളെ എക്സാമും ടേബിൾ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പേടിക്കണ്ട. മാക്സിമം ആണ് ടേബിൾ റിലേറ്റഡ്. ഐഡന്റിറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, ഐഡന്റിറ്റി വരുന്നേ ഉള്ളൂ. ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, ട്രിഗണോമെട്രി 4 എണ്ണാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 34. 2 cosec square 30. 2 cosec square 30 plus x sin square 60 minus 3/4 tan square 30 equal to 34th ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ ടു 10. ചോദിച്ചത് എക്സ് ആണ്. ദിസ് ഇസ് വാട്ട് എക്സ്. ഒന്നുമില്ല, ടേബിൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. കൊസീക്ക് 30 എന്നാണ് സൈൻ 30 റെസിപ്രോ. സൈൻ 30 1/2 ആണ്. അപ്പൊ കൊസീക്ക് 30 2 ആയിരിക്കും. 2 × 2 സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അപ്പൊ √3/2 സ്ക്വയർ 3/4 ഇൻറ്റു 1/√3 സ്ക്വയർ ഈക്വൽ ടു 10. കുറെ ആൾക്കാർക്ക് ഇപ്പോഴാണ് ബോധം വന്ന്. 2 × 2 സ്ക്വയർ 4 ആണ്. 2 × 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. 3/4 എന്ന് വരും. മൈനസ് 3/4 ഇൻറ്റു 1/3 ഈക്വൽ ടു 10 എന്ന് വരും. ആർക്ക് ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ഈ 3യും വെട്ടിപ്പോകും. ഇവിടെ 4 ആണ്, ഇവിടെയും 4. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 3x - 1/4 ഈക്വൽ ടു 10. ഈ 8നെ അപ്പുറത്തേക്ക് ഇട്ടു, -8 ആയി. -8 ആയി. അപ്പൊ 10 - 8 പറഞ്ഞാൽ 2 ആണ്. 2 × 4 8 ആയി. 3x ഈക്വൽ ടു വാട്ട് 9 ആയി. x ഈക്വൽ ടു 3. x ഈക്വൽ ടു 3. അടുത്ത ചോദിച്ച ക്വസ്റ്റ്യന് 20 ആണ്, പിന്നെ 11. ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് 20 വരുന്നത്. ലീനിയർ ഇക്വേഷൻ കണക്റ്റഡ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. I hope everyone understood this. Question number 20. Given that sin A plus B equal to 1, cos A minus B equal to √3/2. അപ്പൊ നമ്മള് സൈൻ എന്താണ് 1, കോസ് എന്താണ് √3/2 നോക്കണം. സൈൻ എന്താണ് 1? സൈൻ 90. ദിസ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ 90. ഇവിടെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരുണ്ട് A + B = 1 എഴുതുന്നുണ്ട് ബൈ മിസ്റ്റേക്കിൽ. എഴുതരുതിട്ടോ. സൈൻ 90 ആണ് 1. ഇത് 90. ഇക്വേഷൻ നമ്പർ 1. കോസ് എന്താ √3/2 30 ആണ്. ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ 30. ടേബിൾ അറിയണം. ഇക്വേഷൻ നമ്പർ 2. രണ്ടും എന്ത് ചെയ്യാം? ആഡ് ചെയ്യുകയും ചെയ്യാം. ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ആണ്. നിങ്ങൾക്ക് അറിയുന്നുള്ള പ്രതീക്ഷ ഞാൻ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് സബ്ട്രാക്റ്റും ചെയ്യാം ഈ ഇക്വേഷന്. ആഡ് ചെയ്തു. ബിയും പോയി. 2a = 120 ആയി. a = 60. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ b 30 കിട്ടും. a 60, b 30 കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a 60യും b 30യും കിട്ടും. അടുത്ത ചോദിച്ച ക്വസ്റ്റ്യന് 11th 1 ആണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ് 11th 1നും. a = 60. b = 30 ആണ് കിട്ടുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും.
അടുത്ത ക്വസ്റ്റ്യൻ 11th വൺ ആണ്. നമ്മുടെ ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. കോസ് എ പ്ലസ് ബി ഈക്വൽ ടു എന്താണ്? 1/2 ആണ്. ടാൻ എ മൈനസ് ബി എത്ര? 1/√3 ആണ്. ടേബിൾ ഇല്ലാത്ത ഒരു വാല്യൂ തരൂല കേട്ടോ. തന്നു കഴിഞ്ഞാൽ ഇപ്പൊ ടാൻ എ മൈനസ് ബി 1/2 തന്നാ പണി പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ സെയിം പ്രൊസീജിയർ ആണ്. കോസ് എന്താ? 1/2 60 ആണ്. ഇക്വേഷൻ നമ്പർ 1. ടാൻ എന്താണ്? 1/√3 30 ആണ്. വീണ്ടും രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുന്നു. 1 + 2 ആഡ് ചെയ്യുമ്പോൾ ബിയും ബിയും പോവും. 2a = 90 എന്ന് വരും. a = 45 എന്ന് വരും. ഫ്രം 1 45 + b 60. ബി എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് സീക്ക് 2a - 3b ആണ്. സീക്ക് 2a - 3b. സീക്ക് എ എത്രയായിരുന്നു? 45. 2 × 45 - 3 × 15. അപ്പൊ സീക്ക് 90 - 45. സീക്ക് 45. സീക്ക് 45 √2 ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി എല്ലാവരും ചാൻസ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും പറയാനല്ല. സൈൻ ആൽഫ 1/√2 ആണെങ്കിൽ ആൽഫ 45. 21st ക്വസ്റ്റ്യൻ. 21st ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ പറഞ്ഞുതരാം. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സൈൻ ആൽഫ 1/√2 കോസ് ബീറ്റ √3 ആണ്. ആൽഫ 45 ആണ്. ബീറ്റ എത്ര? കോസ് എന്താ? √3. കോസ് ആണോ കോട്ടാണോ? കോട്ടാണ് കേട്ടോ. കോട്ട്. കോസിൽ √3 വരില്ല. കോസിന്റെ വാല്യൂ മാക്സിമം 1 മിനിമം 0 ആണ്. √3ന്റെ മേലെ പോകാൻ പാടില്ല. അത് ഓർത്ത് വെച്ചോ. സൈനിന്റെ വാല്യൂ 0 to 1 ആയിരിക്കും. 1ന്റെ മേലെ കിട്ടൂല. കോസിന്റെ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ടാൻ എവിടേക്കെങ്കിലും ഒക്കെ പോകും. ടാൻ എന്താ? കോട്ട് എന്താ? √3. അപ്പൊ ഇവിടെ നോക്കാം. ടാന്റെ √3 ഇതിന്റെ റെസിപ്രോക്കലാണ് വരിക. ടാൻ 30 1/√3 ആണെങ്കിൽ കോട്ട് 30 √3 ആയിരിക്കും. റെസിപ്രോക്കൽ കോട്ട് 30 ആണ് √3 വരിക. കോട്ട് 30 ആണ് എന്ത് വരിക? √3 വരിക. കോട്ട് 30. അപ്പൊ ഇനി നിങ്ങൾക്ക് ആൻസർ ചെയ്തൂടെ? ഇപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. നിങ്ങളുടെ സഹകരണം കൊണ്ട് തന്നെയാണ്. അടുത്ത ക്ലാസ്സിലെ ടോപ്പിക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താന്നുള്ളത്. അപ്പൊ ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൊസീക്ക് ആൽഫ പ്ലസ് കൊസീക്ക് ബീറ്റ, കൊസീക്ക് 45 പ്ലസ് കൊസീക്ക് 30. കൊസീക്ക് 45 പറഞ്ഞാൽ √2 ആണ്. കൊസീക്ക് 30 പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 + √2 എന്നാ കിട്ടും. അല്ലെങ്കിൽ √2 + 2. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. 2 + √2. ഓക്കെ, ഐ ഹോപ്പ് ഇന്നത്തെ സെഷന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പല ആൾക്കാരും ചോദിക്കാൻ മടി നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ ചോദിക്കാൻ മടിയാണെങ്കിൽ എന്നോട് പേഴ്സണൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, വാട്സപ്പിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. മടി വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ CBSE കുറെ ക്യാഷ് ഒക്കെ കൊടുത്ത് പഠിക്കുന്നവരല്ലേ. അപ്പം യു ഷുഡ് ഗെറ്റ് സംതിങ്. സോ അതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ട് ഇങ്ങനെയല്ല, വളരെ ക്വാളിറ്റിയോട് കൂടി തന്നെ ക്ലാസ് ഫ്രീ ആണ് അല്ല. ഇത് ഫ്രീ ആണെങ്കിൽ പോലും ഇതൊരു പ്രൊമോഷണൽ ബേസിസ് തരുന്നതാണ് ഒരു സ്കൂളിന്റെ. അപ്പൊ അത് തരുമ്പോൾ ആ ക്വാളിറ്റി, സ്കൂളിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടോ ആ ക്വാളിറ്റി തന്നെ നമ്മളിത് തരും. അപ്പൊ അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടൊരു ഇതും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ഇനി നമ്മൾ ഇതിനേക്കാളും അഡ്വാൻസ്ഡ് വർക്ക്ഷീറ്റും കാര്യങ്ങളും ഗ്രൂപ്പിൽ വരും. MCQ പറഞ്ഞിരുന്നു അയക്കാം എന്നുള്ളത് കുറച്ചായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ, ഐ ഹോപ്പ് ദിസ് സെഷൻ ഇസ് ക്ലിയർ ഫോർ യു. സിറാജ് സർ ആൻഡ് അനീഫ് സർ, ആർ യു ദർ? ഞങ്ങളുണ്ട്. കൺക്ലൂഡ് ചെയ്യാം. നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡിംഗ് വേർഷൻ നമ്മൾ നാളെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം, കാണാം. പിന്നെ വേണമെങ്കിൽ അടുത്ത സെഷനിലേക്ക് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്. Thank you, sir. ബൈ. Thank you, sir. ഓക്കെ, ബൈ. Thank you. ഓക്കെ. Okay. Okay, bye. Signing off.